കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നേരെ കൂട്ടബലാത്സംഗം ഉണ്ടായിട്ടില്ലെന്ന് CBI. സഞ്ജയ് റോയ് മാത്രമാണ് കുറ്റക്കാരനെന്നും CBI വൃത്തങ്ങൾ പറയുന്നു. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, മുഖ്യപ്രതി സഞ്ജയ് റോയ് തുടങ്ങി 5 പേരുടെ നുണപരിശോധന നടത്താൻ CBI കോടതിയിൽ അപേക്ഷ നൽകി. ഡോക്ടറുടെ കൊലപാതകത്തിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത ശക്തമെന്നാണ് റിപ്പോർട്ടുകൾ. വനിതാ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യമുയർന്ന ആരോപണം. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് CBI ഇക്കാര്യം നിഷേധിക്കുകയാണ്. കൂട്ടബലാത്സംഗം നടന്നിട്ടില്ലെന്നാണ് CBI വൃത്തങ്ങൾ പറയുന്നത്. പോലീസ് സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് കേസിലെ പ്രതിയെന്ന നിഗമനത്തിലേക്ക് CBIയും എത്തുന്നു. കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി 7ാം ദിവസവും ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിന്റെ നുണപരിശോധനയ്ക്ക് CBI കോടതിയുടെ അനുമതി തേടുമെന്നാണ് സൂചന. RG-കർ മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പൽ സുഹൃത പാൽ, ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവരെ ചുമതലകളിൽ നിന്ന് സർക്കാർ നീക്കി. മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ പൂർണ്ണമായും CISF ഏറ്റെടുത്തു. വിഷയത്തിൽ മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജിയും തമ്മിൽ ഭിന്നത ശക്തമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദീപ് ഘോഷിനെതിരെ കടുത്ത നടപടിയെടുക്കാത്തതിൽ അഭിഷേകിനും പ്രതിസന്ധി ഘട്ടത്തിൽ അഭിഷേക് ഇടഞ്ഞു നിൽക്കുന്നതിൽ മമതയ്ക്കും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. സുപ്രീം കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ പണിമുടക്കിൽ നിന്നും പിന്മാറുമ്പോഴും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് RG-കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ തീരുമാനം. RG-കോർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.